നഗരങ്ങൾ ഉറങ്ങുമ്പോഴും ചില ഡയറിത്താളുകൾ ഉണർന്നിരിക്കും. അടഞ്ഞുകിടന്ന ഫയലുകളിൽ നിന്ന് അക്കങ്ങളുടെ ദുരൂഹതകൾ ഓരോന്നായി വെളിച്ചത്തിലേക്ക് വരികയാണ്. കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുന്ന ഏറ്റവും വലിയ പൊട്ടിത്തെറിക്ക് കളമൊരുങ്ങുന്നു. ഒരു വശത്ത് ഇ.ഡി. എന്ന കേന്ദ്ര അന്വേഷണ ഏജൻസി, മറുവശത്ത് സംസ്ഥാന ഭരണചക്രത്തിന്റെ അമരത്തിരുന്ന പ്രബല ശക്തികൾ. ഇ.ഡി. തങ്ങളുടെ അന്വേഷണ റിപ്പോർട്ട് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുന്നിൽ സമർപ്പിച്ചതോടെ ഭരണ ഇടനാഴികളെയും പ്രതിപക്ഷ നിരകളെയും ഒരുപോലെ വിറപ്പിക്കുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കേവലം ഒരു ബാങ്ക് ഇടപാടിന്റെ കണക്കുകളല്ല ഇത്. കോടികളുടെ അവിഹിത സാമ്പത്തിക ശൃംഖലയുടെ അണിയറ കഥകളാണ്. അന്വേഷണ ഉദ്യോഗസ്ഥരെ പോലും ഞെട്ടിച്ചുകൊണ്ട് മിന്നൽ പരിശോധനയിൽ വീണയുടെ വസതിയിൽ നിന്ന് പിടിച്ചെടുത്തത് നിർണായകമായ തെളിവുകളാണ്. ഒരു ഐഫോൺ, പലതും കുറിച്ചുവെച്ച ഒരു പ്രത്യേക പേപ്പർ ഷീറ്റ്, അതിലൊക്കെ ഉപരി ചുവന്ന പുറംചട്ടയുള്ള ഒരു ഡയറി. ആ ഡയറിയിലെ 1 മുതൽ 9 വരെയുള്ള താളുകളിൽ കുറിച്ചിട്ട കണക്കുകളും അക്കങ്ങളുമാണ് ഈ കേസിലെ ഏറ്റവും നിർണായകമായ വഴിത്തിരിവ്. ഇതിലും വലിയ പ്രഹരമായി മാറിയത് CMRL മുൻ മാനേജിംഗ് ഡയറക്ടർ SN ശശിധരൻ കർത്ത ഇ.ഡിക്ക് നൽകിയ ആ മൊഴിയാണ്. IT സേവനങ്ങളോ കൺസൾട്ടൻസിയോ നൽകിയതിനല്ല, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള വ്യക്തിബന്ധം കൊണ്ട് മാത്രമാണ് വീണയുടെ എക്സാലോജിക് കമ്പനിക്ക് കോടികൾ കൈമാറിയതെന്ന കർത്തായുടെ വെളിപ്പെടുത്തൽ. എക്സാലോജിക് തങ്ങൾക്ക് ഒരു സേവനവും നൽകിയിട്ടില്ലെന്നും പിന്നീട് അതിലും കുറഞ്ഞ തുകയ്ക്ക് മറ്റൊരു കമ്പനിയെ കൊണ്ട് ആ ജോലി ചെയ്യിപ്പിക്കേണ്ടി വന്നെന്നും കർത്ത സമ്മതിക്കുമ്പോൾ തങ്ങൾ യാതൊരു സേവനവും നൽകിയിട്ടില്ലെന്ന് വീണ വിജയനും ഇ.ഡിക്ക് മുന്നിൽ സമ്മതിച്ചതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. കണക്കുകളിലെ തിരിമറി ഇതിലും ഭീകരമാണ്. CMRLൽ നിന്ന് ആകെ 182 കോടി രൂപയുടെ ക്രമക്കേടാണ് ഇ.ഡി കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ 139 കോടി രൂപയും സ്ലഡ്ജ് ഹാൻഡ്ലിംഗ് അഥവാ ചെളി നീക്കൽ എന്ന പേരിൽ വ്യാജ വൗച്ചറുകൾ ഉണ്ടാക്കി കണക്കുകളിൽ നിന്ന് എഴുതി തള്ളുകയായിരുന്നു. യഥാർത്ഥ ബില്ലുകളോ സേവനങ്ങളോ ഇല്ലാതെ കമ്പനി സ്വന്തമായി ഉണ്ടാക്കിയ ഈ വ്യാജ വൗച്ചറുകൾ വഴി പണം വകമാറ്റിയതിന്റെ മുഴുവൻ വിവരങ്ങളും ഇ.ഡി റിപ്പോർട്ടിലുണ്ട്. ശക്തമായ നടപടികളിലേക്ക് കടന്ന അന്വേഷണ സംഘം എക്സാലോജിക്, ലാക്കർ ഇന്ത്യ, വീണയുടെ വ്യക്തിഗത അക്കൗണ്ടുകൾ എന്നിവയിലെ പണം മരവിപ്പിച്ചു. CMRL ഉടമകളുമായി ബന്ധപ്പെട്ട സ്വത്തുക്കൾ ഉൾപ്പെടെ ആകെ 29 കോടി രൂപയുടെ സ്വത്തുകളാണ് നിലവിൽ കണ്ടുകെട്ടുന്നതിന് മുന്നോടിയായി ഇ.ഡി മരവിപ്പിച്ചിരിക്കുന്നത്. ലാവ്ലിൻ കേസിന്റെ നിഴലിൽ നിന്ന് വർഷങ്ങളുടെ നിയമ പോരാട്ടത്തിന് ശേഷം പുറത്തുവന്ന പിണറായി വിജയന് മുന്നിലേക്ക് ഇതാ മറ്റൊരു വലിയ സമൻസ് നീളാൻ പോകുന്നു എന്ന സൂചനകളാണ് ഇ.ഡി നൽകുന്നത്. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുന്നിൽ വീണ ഉൾപ്പെടെ ഉള്ളവർക്ക് തങ്ങളുടെ ഭാഗം വിശദീകരിക്കാൻ അവസരം ലഭിക്കുമെങ്കിലും തെളിവുകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിൽ ഇ.ഡി ഒരുക്കുന്ന ഈ വലയം എത്രത്തോളം ശക്തമാണ്? വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് കേവലം ആരോപണ പ്രത്യാരോപണങ്ങൾക്കല്ല, സുപ്രധാന വ്യക്തികളുടെ ഭാവി നിർണയിക്കുന്ന വമ്പൻ നിയമ പോരാട്ടങ്ങൾക്കാണ്.